ആദ്യം ലാഭത്തിൽ നിന്നും തന്നെ കൊടുത്തോളണമെന്നില്ല. ഒരു പ്രൊജക്റ്റിനെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിലേക്ക് ആദ്യം കടന്നു വരുന്ന ആളുകൾക്ക് ഒരു പക്ഷേ മറ്റു പ്രൊജക്റ്റുകളിൽ നിന്ന് എടുത്തിട്ടും ഒക്കെ ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് ഒരു 8 വർഷമായിട്ട് ഈ ഫ്രീസിങ്ങിൻ്റെ തലേ ദിവസം വരെ ഒരു ദിവസം പോലും ഒരാളോട് അനക്ക് മറ്റന്നാൾ തരാം ഇന്ന് ഇവൻ്റെത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ ഒരു ദിവസത്തിൻ്റെ മാറ്റത്തിനോ ഒരു അഭിപ്രായ വ്യത്യാസത്തിനോ നിൽക്കാതെ കൃത്യമായിട്ടും സോഫ്റ്റ്വെയർ അതിൻ്റെ ആ പണി കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലേക്ക് വളർന്നു. അപ്പോൾ വലിയ വളർച്ച വന്നു. വളർച്ച വരുമ്പോൾ എന്തായാലും തളർത്താൻ ആളുണ്ടാവും ഉറപ്പല്ലേ. നമസ്കാരം, ഞാൻ അബ്ദുൽ ബാരി. ഈ സമയത്തൊരു വീഡിയോയിൽ വരാനുള്ള കാരണം, ഒരു ലേഡിയുടെ ഒരു വീഡിയോ കാണാനിടയായി. അവരെ വീഡിയോ ഞാൻ ഇതിൽ പ്ലേ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണെങ്കിൽ ഞാനത് ചെയ്യുന്നില്ല. അതിൻ്റെ ഉള്ളടക്കം എത്രയേ ഉള്ളൂ. വെറും 40,000 രൂപ ഹൈറിച്ചിൽ ഡിജിറ്റലായിട്ട് എടുത്തു. അതിൽ നിന്നും കിട്ടുന്ന പൂളിംഗവുമായി ജീവിച്ചു പോയിരുന്ന സ്ഥിതിയിൽ ഇപ്പോൾ ഒരു നേരത്തെ പച്ചരി പോലും വാങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നീങ്ങിയത് വളരെയധികം മാനസിക പ്രയാസങ്ങളുള്ളതായിട്ട് ആണ് അതിൽ കേൾക്കാൻ കഴിഞ്ഞത്. ആ സമയത്ത് നമ്മളൊരു കാര്യം ചിന്തിക്കണം. അത് ഒരു സ്ത്രീയുടെ കാര്യമാണ്. ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ഈ രീതിയിൽ കുടുംബത്തിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ തിരിച്ചുവരവ് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും വിധി വരാൻ കാത്തു നിൽക്കുന്ന ഈ സമയത്ത് ഇങ്ങനൊരു വീഡിയോ വിടാൻ കാരണം, ഒരു പക്ഷേ ആ വിധി നമുക്ക് അനുകൂലമാണെങ്കിൽ ഈ ആളുകൾക്കെല്ലാം അവർക്ക് അവരുടെ ജീവിതം വഴിമുട്ടാതെ മുന്നോട്ട് പോകും. ഇനി അഥവാ പ്രതികൂലമാണെങ്കിലും ഈ ആളുകൾക്കൊക്കെ ആ പണം കൃത്യമായിട്ട് കിട്ടേണ്ടതുണ്ട്. കാരണം രണ്ട് ടീമും ബാധിക്കുന്നത് ജനങ്ങളുടെ പണം നഷ്ടപ്പെടരുത് എന്നുള്ള രീതിയിലാണ്. കമ്പനി കേസുമായി മുന്നോട്ട് പോകുന്നത് കമ്പനിയുടെ ഫ്രീസ് ചെയ്ത അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും ആ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് അനുസരിച്ച് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അതേ രീതിയിൽ തുടർന്നു കൊണ്ടുപോകാനും അനുവദിക്കണമെന്നും ആ രീതിയിൽ പോകുന്നതിൽ എന്തെങ്കിലും ലീഗൽ പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരം നൽകണമെന്നും എല്ലാം പറഞ്ഞുകൊണ്ടാണ് കേസ് നടത്തിയിട്ടുള്ളത്. മറ്റുള്ള കോമ്പറ്റന്റ് അതോറിറ്റി ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് ജനങ്ങളുടെ സമ്പത്തിനും മറ്റും നഷ്ടം വരാതെ അവർക്ക് അവരുടെ മുതൽ തിരിച്ചു വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു കേസായതുകൊണ്ട് അതും വൈകാതെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിന് വേണ്ട വഴികൾ അതും കാണണം. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഇത്രയും നല്ല ഒരു കൺസെപ്റ്റ്, ആ കൺസെപ്റ്റ് അഥവാ എന്തെങ്കിലും അത് നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ രീതിയിൽ വന്ന മാറ്റം കാരണം എന്തെങ്കിലും പ്രോബ്ലംസ് അതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുവരെ കണ്ടെത്തിയതായി ഞാൻ അറിഞ്ഞിട്ടില്ല. 5-6 മാസമായിട്ട് ഇതിൻ്റെ അന്വേഷണങ്ങൾ നടന്നു പോകുന്നു. അങ്ങനെ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ അത് തിരുത്തി കൊണ്ടുപോകാനുള്ള ഒരവസരം ഇത് കൊടുക്കണം. ബഹുമാനപ്പെട്ട കോടതി അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാവരും അത് വിശ്വസിക്കുന്നു. കാരണം ശത്രുക്കൾ പോലും പടച്ചുവിടുന്ന വാർത്തകളുടെ ഉള്ളടക്കത്തിൽ അവരറിയാതെ ഈ ഹൈറിച്ച് എന്ന കൺസെപ്റ്റ് അവരുടെ പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് ബിസിനസ്? എന്തുകൊണ്ടാണ്, എന്തിൽ നിന്നും അവർ വരുമാനം കൊടുക്കുന്നു? ഇത്തരം ചോദ്യങ്ങൾ തുടക്കം മുതലേ കേട്ടു തുടങ്ങിയതാണ്. പല രീതിയിലും പല വീഡിയോസിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ മുന്നോട്ട് കൊണ്ടുവന്ന രീതി അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ കമ്പനി ഉദ്ദേശിച്ച പ്രൊജക്റ്റുകൾ തുടക്കം മുതലേ അതിൻ്റെ പ്രോഫിറ്റിൽ എത്തിച്ച് കാണിക്കാൻ ഒരു പക്ഷേ സാധിച്ചോണമെന്നില്ല. ഇത് സാധാരണ രീതിയിൽ അന്യരാജ്യങ്ങളിൽ നിന്നും പല രീതിയിലുള്ള കമ്പനികൾ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളുടെ പണം മറ്റു രാജ്യങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയിൽ നിന്നും പല രാജ്യങ്ങളിലുള്ള ബിസിനസ്സിന് നമ്മുടെ നാട്ടിലേക്ക് സാമ്പത്തികമായ ഒരു ഊന്നൽ നൽകി നമ്മളുടെ നാടിൻ്റെ പുരോഗതിക്ക്, നമ്മളുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ വളർച്ചയ്ക്കൊക്കെ വേണ്ടി ആസൂത്രണം ചെയ്ത് നിർമ്മിച്ച ഒരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കമ്പനിയിലുള്ള ആ പ്രൊജക്റ്റുകൾ പെട്ടെന്ന് വിജയിപ്പിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഇന്നലെ വന്ന ഒരു വാർത്തയിൽ നിന്നും ഞാൻ 1-2 കാര്യങ്ങൾ വായിക്കുകയാണ്. 1500 കോടിയിലേറെ രൂപയുടെ പണം തട്ടിപ്പാണ് നടന്നത്. ആദ്യം ഞാൻ പറയാണ്, കുറച്ച് ലെങ്തിയാണ് ഈ വീഡിയോ, ഇത് ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കണം. ഓക്കെ.
1500 കോടിയിലേറെ രൂപയുടെ പണം തട്ടിപ്പാണ് നടന്നത്. ഓൺലൈൻ ബിസിനസ് എന്ന പേരിൽ കൂടുതൽ ആളുകളെ ചേർത്തൽ, വലിയ തുകകൾ നൽകാമെന്ന് പറഞ്ഞുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി മണി ചെയിൻ തട്ടിപ്പ്, കുഴൽപ്പണം തട്ടിപ്പ്, ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് തുടങ്ങിയവ HROTT വഴി സിനിമ കാണുന്നവരുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ചുവെന്നും കണ്ടെത്തിയതായിട്ട് അന്വേഷണ സംഘം. ഓക്കെ, ഇവിടെ ക്രിപ്റ്റോ കറൻസി വഴി ബിസിനസ് നടത്തിയെന്ന് കണ്ടെത്തിയെന്ന് പറയുന്നത് 10,000-കണക്കിന് ആളുകളുടെ മുന്നിൽ നിർത്തിയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ക്രിപ്റ്റോ കറൻസിയെ ലോഞ്ച് ചെയ്തത്. അത് ക്രിപ്റ്റോ കറൻസി ആയിട്ടല്ല ലോഞ്ച് ചെയ്തത്, അതിൻ്റെ ടോക്കൺ ആയിരുന്നു. അതും ഹൈറിച്ച് കമ്മ്യൂണിറ്റിക്ക് മാത്രമായിരുന്നു ആ കോയിൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടിങ് സമയത്ത് കമ്പനി ചെയ്തത്. അതിലുള്ള പ്രൊജക്റ്റുകളും മറ്റ് കാര്യങ്ങളും അതിലേക്ക് ആഡ് ചെയ്യാൻ സമയമായിട്ടില്ല. ബൈനാൻസിലേക്ക് അത് ലിസ്റ്റ് ചെയ്തതിന് ശേഷമേ അത് പുറത്തേക്ക് ബിസിനസ് ആക്കുകയുള്ളൂ എന്ന് വരെ കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്നും ഓരോരുത്തരും സമ്പാദിച്ച സമ്പത്തിൽ നിന്നുമാണ് ക്രിപ്റ്റോയിലേക്ക് അന്ന് ആളുകൾ കൂടുതൽ നിക്ഷേപിച്ചത്, അല്ലെങ്കിൽ കോയിൻ വാങ്ങി വെച്ചത്. ഓക്കെ, പിന്നുള്ളൊരു കാര്യം, HROTT വഴി സിനിമ കാണുന്നവരുടെ എണ്ണം പെരുപ്പിച്ചു കാണിച്ചു എന്ന്. ഈ പെരുപ്പിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ 1 കോടി സബ്സ്ക്രിപ്ഷനിലേക്ക് എത്തിക്കുക എന്ന ഉജ്ജ്വലം പരിപാടി നടത്തി. അത് വിചാരിച്ച് 1 കോടി സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എന്നല്ല. അതിലേക്ക് എത്താൻ ഒരു കമ്പനിയുടെ തുടക്കത്തിൽ ഒരു OTTക്ക് ഒരു കാരണവശാലും വലിയ സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവരാൻ സാധ്യമല്ല. ഇവിടെ നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ സബ്സ്ക്രിപ്ഷൻ എന്തായാലും ഉറപ്പാണ്. അതിന് വഴി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുപെട്ടത്. 126 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയത് പുറത്തു വന്നതോടെ പ്രതാപനെ അറസ്റ്റ് ചെയ്തു. 126 കോടിൻ്റെ നികുതി തട്ടിപ്പ്, അതും കൃത്യമായിട്ട് 50 ലക്ഷത്തോളം മാസം GST അടച്ചു പോരുന്ന ഒരു കമ്പനിയിൽ GST ഉദ്യോഗസ്ഥർ കയറിയിട്ട് കണ്ടെത്തിയത് എന്താണ്? 10,000 രൂപയുടെ കൺസൈൻമെൻറ്റ് അഡ്വാൻസ്. ഈ 10,000 രൂപയുടെ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് വാങ്ങുമ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. അവർ വാങ്ങുന്ന പ്രൊഡക്റ്റുകൾക്കനുസരിച്ച് കമ്പനി GST അടച്ചു പോരുന്നുമുണ്ട്. പക്ഷേ GST ഓഫീസേഴ്സ് എന്ന് പറഞ്ഞത് 10,000 രൂപക്കും നിങ്ങൾ GST അടക്കേണ്ടതുണ്ട് എന്നാണ്. ഇത് കമ്പനിക്ക് അറിയാത്ത ഒരു വിവരമായിരുന്നു. എന്തൊരു മേഖലയിലാണെങ്കിലും ആ കച്ചവടം നടക്കുന്ന എമൗണ്ടിനല്ലേ GST സാധാരണ ഉണ്ടാവാറുള്ളൂ. ഇവർ പറഞ്ഞത് ആ 10,000 രൂപയും നിങ്ങൾ അഡ്വാൻസായി വാങ്ങി വെച്ചതുകൊണ്ട് അഡ്വാൻസായിട്ട് തന്നെ ആ GST ഫില്ല് ചെയ്യണം. അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ആ വ്യക്തി വാങ്ങാൻ പോകുന്ന പ്രൊഡക്റ്റ് 5%, 8%, 18% എന്നൊന്നും വ്യക്തമാവാത്തത് കൊണ്ട് തന്നെ ആ പർച്ചേസുകൾ നടക്കുമ്പോൾ അടക്കുന്ന GST ആണ് കമ്പനി ചെയ്തു പോകുന്നത്. ആവശ്യമെങ്കിൽ അത് അടക്കാനും കമ്പനി തയ്യാറായി 126 കോടിയിൽ 50 കോടി രൂപ അടക്കുകയും ബാക്കിക്ക് സമയം അനുവദിക്കുകയും ചെയ്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്തത് ഒരു വലിയ വാർത്ത ആക്കേണ്ടതില്ല. അതിന് ജാമ്യം കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ആ ജാമ്യത്തിൽ പറഞ്ഞ കാര്യം തന്നെ എന്താണ്? ഇങ്ങനെയുള്ള കൃത്യമായി 50 കോടി അടച്ച് 500 ബാക്കി അടക്കാമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത നിലപാട് ശരിയല്ല എന്നുള്ളത് വരെ പറഞ്ഞു. ഇനി അതൊക്കെയാണ് ആ കാര്യങ്ങൾ. പിന്നെ കൃത്യമായിട്ടും ആ വാർത്തയിൽ അതിൻ്റെ ഉള്ളടക്കം എന്താ അറിയുക? വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി തുണിത്തരങ്ങളും പലചരക്കും കച്ചവടം നടത്തിയാണ് ഹൈറിച്ച് ഗ്രൂപ്പുകാരുടെ തുടക്കം. പിന്നീട് പലചരക്ക് മുതൽ ഫാഷൻ വരെ HR ഫാഷൻ, ഹൈറിച്ചിൻ്റെ സ്വന്തം ഫാഷൻ ഷോ നടന്നു. സ്വന്തമായിട്ടൊരു ബ്രാൻഡിങ്, ആ ബ്രാൻഡിൽ ഡ്രസ്സുകൾ കൊണ്ടുവരിക എന്നുള്ള ആ ഫാഷൻ എന്ന ആ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ആ പറയുന്നത്. ഹൈറിച്ച് ഗ്രൂപ്പുകാരുടെ തുടക്കം പിന്നീട് പലചരക്ക് മുതൽ ഫാഷൻ വരെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു e-commerce വെബ്സൈറ്റിലേക്ക് മാറുകയായിരുന്നു. KD പ്രതാപൻ സ്ഥാപകനായും ഭാര്യ ശ്രീന പ്രതാപൻ സഹസ്ഥാപകയായും കമ്പനി തുടങ്ങി. ആദ്യം ജോലി ചെയ്തിരുന്ന കമ്പനി ചില നിയമക്കുരുക്കുകളിൽപ്പെട്ട് തകർന്നതോടെയാണ് ഹൈറിച്ച് എന്ന കമ്പനിയുടെ ആശയം ഉദിക്കുന്നത്. അടുത്തതായിട്ട് ഇവരെ ആശയങ്ങളെ വീണ്ടും പറയാം. ഇടനിലക്കാരില്ലാതെ ഫാക്ടറികളിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങി നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും ഏറ്റവും വിലക്കുറവിൽ ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുമെന്നുമായിരുന്നു കമ്പനിയുടെ വാദം. ഓക്കെ, പതിയെ കമ്പനി വളരാൻ തുടങ്ങി. 2019 ആരംഭിച്ച കമ്പനി 2019 2016 2019 അത് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത്. 2016 സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് പ്രൊപ്പറേറ്റർഷിപ്പിലായിരുന്നു തുടങ്ങിയത്. അപ്പോൾ 2019 ആരംഭിച്ച കമ്പനി 2022 എത്തി നിൽക്കുമ്പോഴേക്കും ഒരു സാധാരണ e-commerce വെബ്സൈറ്റിനപ്പുറം
മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലേക്ക് വളർന്നു. അപ്പോൾ വലിയ വളർച്ച വന്നു. വളർച്ച വരുമ്പോൾ എന്തായാലും തളർത്താൻ ആളുണ്ടാവും ഉറപ്പല്ലേ. സൂപ്പർ മാർക്കറ്റുകൾ, ഫാം സിറ്റി, HR OTT, HR ഷൂട്ടിങ്, HR മാട്രിമോണി, സ്മാർട്ടെക് IT കമ്പനി, HR പ്രൊഡക്ഷൻസ് എന്നിങ്ങനെ ധാരാളം മേഖലകളിൽ അവർ പ്രസിദ്ധി കേട്ടു. എന്താണ് ഐറിച്ചിന് പ്രൊജക്റ്റ്? എന്താണ് ഐറിച്ചിൻ്റെ ബിസിനസ്? ഇത് ചോദിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടും ഈ ന്യൂസിലൊക്കെ ഉള്ളടക്കത്തിലേക്ക് വായിച്ചു പോയാൽ ഇത്രയും പ്രൊജക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ, ഫാം സിറ്റി, OTT ഒരു ചെറിയ സംഭവമല്ല. ആർക്കും ഒരു OTT പെട്ടെന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ചെറിയ ഒരു പണം ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു സംഗതിയല്ല. ഈ OTT കൊണ്ടുവന്ന സമയത്തും കമ്പനി ആ OTTയുടെ ബിസിനസ്സിൽ ഭാഗമാവാൻ ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്നും ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇൻകം ഉണ്ടാക്കിയ ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 lakh വെച്ചിട്ട് അവർക്ക് അതിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ വരുമാനം കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതിലേക്ക് അവർ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി അത് വലിയ വിജയത്തിലേക്ക് എത്താതെ നിന്ന സമയത്ത് അതിലുള്ള ഫണ്ടിനെയും OTTയിലേക്ക് ഒരുപാട് ആളുകൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് കിട്ടുന്ന മേഖല അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് പുറമെ ഇന്ത്യയിൽ ആകെ 680 ഷോപ്പുകളും കേരളത്തിൽ 78 ശാഖകളും അവർക്കുണ്ട്. ഇതൊക്കെ ഇവർ പറയണം. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. 680 ഷോപ്പുകൾ അല്ലേ ഇന്ത്യയിൽ. ഇവിടെ ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ തുടക്കത്തിൽ തന്നെ എല്ലാ പിൻകോഡിലേക്കും അതിൻ്റെ സൂപ്പർ മാർക്കറ്റിന് കൊണ്ടുവരാൻ സാധിക്കില്ല. പിന്നെ കുറേ ആളുകൾ ഈ ഒരു സമയത്ത് ഇത്തരം ഒരു പ്രശ്നത്തിലേക്ക് വന്ന സമയത്ത് ഓരോ സൂപ്പർ മാർക്കറ്റുകളിലും പോയിട്ട് അവിടെ നടക്കുന്ന കച്ചവടത്തിൻ്റെ ലിസ്റ്റൊക്കെ വാങ്ങി. അപ്പോൾ ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഇത്രയേ കച്ചവടം നടക്കുന്നുള്ളൂ. പിന്നെ എവിടുന്നാണ് ഈ ബിസിനസ്സിന് ഈ പ്രോഫിറ്റൊക്കെ എടുത്തു കൊടുക്കാൻ സാധിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ജനങ്ങൾ ചോദിച്ചത്. ഐറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ബിസിനസ് വെറും ഈ സൂപ്പർ മാർക്കറ്റുകളല്ല എന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞത് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണ്. എന്നാൽ സൂപ്പർ മാർക്കറ്റിലുള്ള കച്ചവടത്തിന് പുറമെ അത് ആ കൊമേഴ്സിൽ മൾട്ടി വെണ്ടറായിട്ട് ആർക്ക് എന്ത് പ്രൊഡക്റ്റുകൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. അതിനൊക്കെ കമ്പനിക്ക് പ്ലാറ്റ്ഫോം ചാർജുണ്ട്. അതിനുള്ള TV ആണെങ്കിലും ഫ്രിഡ്ജാണെങ്കിലും ഒന്നും ഒരു പക്ഷേ സ്ഥാപനത്തിൽ ഇരിക്കുന്നതായിക്കൊള്ളുന്നില്ല. അത് ഓരോ വെണ്ടർ ലെവലിലേക്ക് ആളുകൾ അതിൽ വിൽക്കാൻ വെക്കുന്നതാണ്. അതിൽ നിന്നും കമ്പനിക്ക് വരുമാനമുണ്ട്. പിന്നെ 19,000 ചില്ലാൻ പിൻകോഡുള്ള ഇന്ത്യയിൽ 600 ചില്ലാൻ പിൻകോഡിൽ മാത്രം എത്തി നിൽക്കുമ്പോഴത്തിന് അതിൻ്റെ ഉദ്ദേശിച്ച അതേ ലാഭത്തിലേക്ക് എത്താൻ സാധിച്ചോളണമെന്നുണ്ടോ? പിന്നെ എന്താണ് ഇതിൻ്റെ ലാഭം കൊടുത്തിരുന്നത്? 10,000 രൂപയുടെ അഡ്വാൻസ് കൺസൈൻമെൻറ്റ് എന്താണ്? 10,000 രൂപക്ക് നമ്മൾ സാധാരണ ഒരു കച്ചവടം നടക്കുന്ന കടയിൽ 10,000 രൂപക്ക് ഒരാൾ പർച്ചേസ് ചെയ്താൽ അവൻ പല വട്ടങ്ങളായിട്ട് തന്നിട്ടും തരാതെയായിട്ട് കടം കൊണ്ടുപോയിട്ട് പിന്നീട് ആ 10,000 തരാത്തവരും അതിലെ ബാലൻസ് തരാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവുമ്പോഴാണ് ചില സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ അതിനെ പൂട്ടിയിടാറുള്ളത്. അവിടെയാണ് ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ വ്യത്യസ്തമാകുന്നത്. 10,000 രൂപക്ക് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ച വ്യക്തിയുടെ 10,000 രൂപ മുൻകൂട്ടി തന്നെ വാങ്ങുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. അവനക്ക് സമയം വെച്ചിട്ടില്ല, കാറ്റഗറി വെച്ചിട്ടില്ല, ഡേറ്റ് വെച്ചിട്ടില്ല, ഒന്നുമില്ല. ഇഷ്ടമുള്ള സമയങ്ങളിൽ നിന്ന് അത് പർച്ചേസ് ചെയ്യാം, റെഡീം ചെയ്തെടുക്കാം. പക്ഷേ എന്തിന് റെഡീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 10,000 രൂപ മുൻകൂട്ടി കൊടുക്കേണ്ടത് എന്താവശ്യം? മുൻകൂട്ടി 10,000 രൂപ കൊടുക്കുന്ന ആളുകൾക്ക് കമ്പനി പുതിയതായിട്ട് ആ പ്രൊജക്റ്റുകളൊക്കെ ഈ പണം ഉപയോഗിച്ച് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ ഇൻസെൻറ്റീവ് കൊടുക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആളുകൾ മുൻകൂട്ടി എടുക്കുന്നത്. അത് ഒരു 10,000 എന്നുള്ളത് ഒരു ID. ഇവിടെ 1,80,00,000 ഐഡികളുള്ള കമ്പനിയിൽ ഒരുപാട് ഫ്രീ ഐഡികളുണ്ട്. 800 രൂപൻ്റെ സാധാ കസ്റ്റമേഴ്സായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അതിൻ്റെ പുറമെ 10,000 അപ്പോൾ എല്ലാ ഐഡികൾക്കും 10,000 വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് പോയിട്ടുമുണ്ട്. അവിടെയും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ശരിയല്ല. അപ്പോൾ ഇവിടെ 10,000 രൂപ കൊടുക്കുന്ന വ്യക്തിയിൽ നിന്നും എന്തായാലും ഒരു 20-30% കമ്പനിക്ക് പ്രോഫിറ്റ് ലഭിക്കും. അവ എന്ത് പർച്ചേസ് ചെയ്താലും അതിൽ നിന്നും കമ്പനി റെഫറൽ ഇൻകം കൊടുക്കുന്നതും അവരെ പൂളിലേക്ക് പൂളിംഗ് അതിനല്ല റെഫറൽ ഇൻകം കൊടുക്കുന്നതും മറ്റുള്ള റോയൽറ്റികൾ കൊടുക്കുന്നതിലേക്കൊക്കെ അതിൻ്റെ പ്രോഫിറ്റ് നിന്ന് മാത്രം മാറ്റിവെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യം ലാഭത്തിൽ നിന്നും തന്നെ കൊടുത്തോളണമെന്നില്ല.
ഒരു പ്രൊജക്റ്റിനെ ജനങ്ങളിൽ എത്തിക്കുമ്പോൾ അതിലേക്ക് ആദ്യം കടന്നു വരുന്ന ആളുകൾക്ക് ഒരു പക്ഷേ മറ്റു പ്രൊജക്റ്റുകളിൽ നിന്ന് എടുത്തിട്ടും ഒക്കെ ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് 8 വർഷമായിട്ട് ഈ ഫ്രീസിങ്ങിൻ്റെ തലേ ദിവസം വരെ ഒരു ദിവസം പോലും ഒരാളോട് അനക്ക് മറ്റന്നാൾ തരാം ഇന്ന് ഇവൻ്റെത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ ഒരു ദിവസത്തിൻ്റെ മാറ്റത്തിനോ ഒരു അഭിപ്രായ വ്യത്യാസത്തിനോ നിൽക്കാതെ കൃത്യമായിട്ടും സോഫ്റ്റ്വെയർ അതിൻ്റെ ആ പണി കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പ്രൊജക്റ്റുകൾ ആ രീതിയിൽ വളർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റുള്ള ലാഭം എന്താണ്? ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇപ്പോൾ 680 ജില്ലാ കട 680 കട എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ 19,000 പിൻകോഡിൽ ഒരു 10,000 പിൻകോഡിലേക്കെങ്കിലും ഈ സൂപ്പർ മാർക്കറ്റുകൾ എത്തി എന്ന് വെക്കുക. ഈ 10,000 സൂപ്പർ മാർക്കറ്റിൽ നിന്നും മാസത്തിൽ വെറും ഒരു 5,000 രൂപ മാത്രം കിട്ടിയാൽ പോലും മാസം 50 ലക്ഷം റുപ്യോളം അതിൻ്റെ പ്ലാറ്റ്ഫോം ചാർജ് കിട്ടണില്ലേ? ഇനി ഇത്രയും സ്ഥാപനങ്ങൾ ഒരു 10,000 പിൻകോഡിൽ കടകൾ വന്നു. ഇവിടെ നമ്മളെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എല്ലാവരും കൂടി നിർബന്ധിച്ച് ബൾക്ക് പർച്ചേസ് ചെയ്യുകയും കമ്പനി കുറച്ച് ബുദ്ധിമുട്ടിലാവുകയൊക്കെ ചെയ്തു. കാരണം അന്ന് കമ്പനി പറഞ്ഞത് കൂടുതൽ സ്ഥാപനങ്ങൾ വന്നെങ്കിലേ ബൾക്ക് പർച്ചേസിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെല്ലാവരും അത് നിർബന്ധിച്ചു, ബൾക്ക് പർച്ചേസ് ചെയ്യിപ്പിച്ചു. കടല ജീരകം പോലുള്ള സാധനങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആവാനുള്ള ഒരു രീതിയിലൊക്കെ ആയി. അപ്പോൾ തൽക്കാലം കമ്പനി നിർത്തിവെച്ചു. തൽക്കാലം നിങ്ങൾ ലോക്കൽ പർച്ചേസ് ചെയ്തിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക, പുതിയ കസ്റ്റമേഴ്സ് പുതിയ കടകൾ കയറി വന്ന് ഒരു വലിയ രീതിയിലേക്ക് അത് മാറുമ്പോൾ നമ്മൾ സെൻട്രൽ പർച്ചേസിലേക്ക് മാറാം എന്നുള്ളതായിരുന്നു. അങ്ങനെ വരുമ്പോൾ നാം പറഞ്ഞു ഇപ്പോൾ മാസത്തിൽ പ്ലാറ്റ്ഫോം ചാർജ് ആയിട്ട് തന്നെ കിട്ടുന്ന ഒരു 50 ലക്ഷം കൂട്ടാം. ഞാൻ 10,000 കടക്ക് വെറുതെ ഒരു 5,000 മാസത്തിലേ കൂട്ടിയിട്ടുള്ളൂ, ചെറുതാക്കി കൂട്ടിയാൽ. ഇനി ഇതിലേക്കൊക്കെ ഇപ്പം നമുക്ക് പഞ്ചസാര, ഒരു ലോഡ് പഞ്ചസാര ഒരു 21 ടണ്ണാണ് ഒരു ലോഡ് ഏകദേശം പഞ്ചസാര വരുന്നത്. 10,000 ഷോപ്പിക്ക് ഒരു 50 കിലോ പഞ്ചസാര വെച്ചിട്ട് ഡെയിലി പോവുകയാണെങ്കിൽ തന്നെ എത്ര ടണ്ണായി? ഒരു 4 ടണ്ണ് പഞ്ചസാര ഡെയിലി പോവില്ലേ? അങ്ങനെ പോവുകയാണെങ്കിലും 1,68,000 റുപ്യ, 2 റുപ്യ കിലോന്മേൽ ലാഭം എടുത്താൽ പോലും കമ്പനിക്ക് ഒരു ദിവസം 2 റുപ്യമേൽ ലാഭം എടുത്താൽ അവിടെ ഗോഡൗണിൽ പോലും ഇറക്കേണ്ടതില്ല. ആദ്യമേ ഓർഡർ വരുന്ന 50 കിലോന് 100 കിലോ 500 തൊട്ടടുത്തുള്ള കടകൾക്ക് കൊടുക്കാൻ വരെ പറ്റുന്ന രീതിയിൽ ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഗോഡൗണിൽ ഇറക്കാതെ തന്നെ ഈ കടകളിലേക്ക് ഇറക്കാൻ പറ്റും. ഓരോ പിൻകോഡിലും മിനിമം 500 സ്ക്വയർ ഫീറ്റ് ഗോഡൗൺ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു സിസ്റ്റം കമ്പനി കൊണ്ടുവരികയാണ്. അങ്ങനെ വരുമ്പോൾ ആ 500 സ്ക്വയർ ഫീറ്റുള്ള ഏരിയകളിലൊക്കെ ഈ പ്രൊഡക്റ്റുകളെല്ലാം പർച്ചേസ് ചെയ്ത് വെക്കുമ്പോൾ കമ്പനിക്ക് വേറൊരു ഗോഡൗണിൻ്റെ ആവശ്യമായിട്ട് വരുന്നില്ല. ഇവിടെയുള്ള സാധനങ്ങൾ വിലക്കുറവിൽ വിൽക്കാനും കഴിയും. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം 1,68,000 രൂപ കിട്ടുകയാണെങ്കിൽ തന്നെ മാസത്തിൽ ഏകദേശം 5 കോടി റുപ്യോളം പഞ്ചസാരമെന്ന പ്രോഫിറ്റ് ഉണ്ടാവും. കടക്, ജീരക, ഉലുവ, ചെറുപയർ, മറ്റുള്ള സാധനങ്ങളെല്ലാം ഇതേ പ്രോഫിറ്റാണ്. ഞാൻ വെറും ഒരു പഞ്ചസാര ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ആ ഒരു രീതിയിലേക്ക് കമ്പനി മാറണേ ഉള്ളൂ. പിന്നെ ഈ ഫ്രാഞ്ചൈസിയിലേക്ക് കടന്നു വന്ന ഫ്രാഞ്ചൈസി എടുത്തിട്ടുള്ള ഓരോ ആളുകളും നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ അത് എനിക്കറിയാം, ഞാനൊരു ഫ്രാഞ്ചൈസി ഓണറായിട്ട് കമ്പനിയിലേക്ക് വന്നതാണ്. അതുകൊണ്ട് ആ പ്രയാസം എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഈ പ്രയാസത്തിനെ മറികടക്കാൻ വേണ്ടി അവിടെ കമ്പനി നിർബന്ധിത പർച്ചേസ് കൊണ്ടുവരികയാണ്. ഈ ഡിസംബർ മുതൽ അത് വരുമെന്ന് നിൽക്കുന്ന സമയത്താണ് ഇത്തരമൊരു രീതിയിലേക്ക് മാറിയത്. അവിടെ ഓരോരുത്തർ വരുമാനം വാങ്ങുമ്പോഴും ആ വരുമാനത്തിൽ നിന്നും മാറ്റിവെക്കുന്ന ഇത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് അവർ ഈ കടകളിൽ നിന്നും പർച്ചേസ് ചെയ്യണം. അപ്പോൾ വലിയ വരുമാനം വാങ്ങുന്ന ആളുകൾക്ക് അവരെ വീട്ടിലേക്കുള്ളതിലേറെ പൈസ പർച്ചേസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അവർ പാവപ്പെട്ട ആളുകളിലേക്കും കൂടി അത് വാങ്ങിക്കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ കമ്പനി അതിലേക്ക് വരും. അപ്പോൾ ഓരോ ഫ്രാഞ്ചൈസിക്കാരനും ലാഭത്തിലാവും. ഇത് ഇപ്പോൾ അവർക്ക് കേൾക്കുമ്പോൾ പ്രയാസം ഉണ്ടാവും, കാരണം എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. പക്ഷെ അവർ സർവൈവ് ചെയ്ത് വരികയാണെങ്കിൽ, ഈ കമ്പനിയുടെ പ്രൊജക്റ്റുകൾ നിലനിൽക്കുകയാണെങ്കിൽ, ഒരു ഫ്രാഞ്ചൈസിക്ക് 1,05,000 രൂപ കൊടുത്തിട്ട് അവനവൻ്റെ കടനെ ഇത്രയും കസ്റ്റമേഴ്സ് ഉള്ള ഒരു കമ്പനിയിലേക്ക് ടൈപ്പ് വരുമ്പോൾ കമ്പനി അവിടെ വിൽക്കുന്നത് പ്രൊഡക്റ്റിനല്ല, കമ്പനി വിൽക്കുന്നത് കമ്പനിയുടെ ആ പിൻകോഡിലുള്ള കസ്റ്റമറെയാണ്. ഓരോ ആളുകളും നമ്മൾ ഡെയിലി മൊബൈൽ നോക്കുമ്പോൾ കാണുന്നത് ഇന്ന് തക്കാളിക്ക് ഞങ്ങളെ കടയിൽ ഇത്രയേ ഉള്ളൂ, പഞ്ചസാരക്ക് ഇത്രയേ ഉള്ളൂ പറഞ്ഞ് പരസ്യം വാട്സപ്പുകളിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു. അത് എന്തിനു വേണ്ടിയാണ്? കസ്റ്റമേഴ്സിനെ കിട്ടുക എന്നത് മാത്രമാണ് ഓരോ കച്ചവടക്കാരൻ്റെ ലക്ഷ്യം. അങ്ങനെ നിൽക്കുമ്പോൾ അരിച്ച് ഓൺലൈൻ ഷോപ്പിലെ മെമ്പേഴ്സ് ആ പിൻകോഡിൽ നിന്ന് ആര് മൊബൈൽ ഓർഡർ ചെയ്താലും ആ ടൈപ്പ് ചെയ്ത ആ ഒരു കടയിലെ സിസ്റ്റത്തിലേക്ക് ആ ഓർഡർ പോവുകയുള്ളൂ. അവിടെ ഒരു കച്ചവടം അവർക്ക് വലുതായി വരികയാണ്. മറ്റൊരു കാര്യം,
സാധാരണ രീതിയിൽ ഒരു ഹോൾസെയിൽ കച്ചവടക്കാരനായി മാറണമെങ്കിൽ നമ്മൾ ചെറുപ്പക്കാലം മുതൽ വലിയ ഹോൾസെയിൽ കടക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ഗോഡൗണുകളുണ്ട്. ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളിലൊക്കെ അവരെ ഗോഡൗണുകളുണ്ട്. ആ ഗോഡൗണിലൊക്കെ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കൊടുന്ന് അട്ടിവെച്ചിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ് ഒരു സാധാരണ രീതിയിൽ ഒരു ഹോൾസെയിൽ ലെവലിലേക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുള്ളൂ, ഗ്രോസറി. അങ്ങനെ നിൽക്കുമ്പോൾ 1,50,000 ഉറുപ്പ്യക്ക് കടന്നു വന്ന വ്യക്തിക്കും ഇവരെ ഒരു ഹോൾസെയിൽ ലെവലിലേക്ക് എത്താൻ പറ്റുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. 40 രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്ന പഞ്ചസാര, ആ പഞ്ചസാര ലഭിക്കുന്നത് 38 രൂപക്ക് ഹോൾസെയിൽ കടയിൽ നിന്ന് കിട്ടി 2 രൂപ ലാഭം എടുത്ത് നമ്മൾ വിൽക്കുന്നു. ഈ ഒരു സാധനം ഒരു പക്ഷേ കമ്പനി ഡയറക്റ്റ് 21 ടണ്ണൊക്കെ വെച്ച് ഡെയിലി 2-3 ലോഡ് പർച്ചേസ് ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ അവിടെ കമ്പനിക്ക് വരുന്ന ഒരു പക്ഷേ 30 രൂപക്ക് ഇതൊരു കിലോ കിട്ടും. അങ്ങനെ കിട്ടുന്ന സമയത്ത് 2 രൂപ കമ്പനി ലാഭം കൊടുത്തു കഴിഞ്ഞാൽ ഈ 38-ന് തൊട്ടപ്പുറത്തെ ഹോൾസെയിൽ കടയിൽ നിന്ന് കിട്ടിയിരുന്ന സാധനം 1,50,000 മാത്രം കൊടുത്ത് കടന്നു വന്ന ഫ്രാഞ്ചൈസിക്ക് കിട്ടുന്നത് 32 രൂപ. കമ്പനി 2 രൂപ ലാഭം എടുത്ത 32 രൂപക്കാർ ലഭിക്കുന്നത്. 40 രൂപക്ക് വിൽക്കാൻ പറ്റുന്ന പഞ്ചസാര 38 രൂപക്ക് സാധാരണ വാങ്ങിക്കൊണ്ടിരുന്ന പഞ്ചസാര 32 രൂപക്ക് ഈ ഫ്രാഞ്ചൈസിക്ക് കിട്ടുകയും ഈ ഒരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടി മാത്രമല്ല, കമ്പനി എല്ലാവർക്കും കൂടി പർച്ചേസ് ചെയ്യുന്നതോടുകൂടി ആ പർച്ചേസിൻ്റെ ഒരു ഭാഗമായി ഓരോ ഫ്രാഞ്ചൈസിയും മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് 6 രൂപ അഡീഷണലായിട്ട് കിട്ടി. ഈ 6 രൂപ അഡീഷണൽ ലാഭം കിട്ടുമ്പോൾ അവനക്ക് തൊട്ടടുത്തുള്ള സാധാരണ കടക്കാർക്കും 38 രൂപയിൽ നിന്ന് ഹോൾസെയിൽ നിന്ന് വാങ്ങുന്ന സാധനത്തിന് 37 രൂപക്ക് കൊടുത്താൽ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിൽ 50 കിലോനും 100 കിലോനും വെച്ച് ഹോൾസെയിൽ കച്ചവടം നടത്താൻ പറ്റിയാൽ കമ്പനി സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു പിൻകോഡിലെ ഫ്രാഞ്ചൈസിക്ക് 50 കിലോനാണ് ഓർഡർ ഉള്ളതെങ്കിൽ ഈ രീതിയിലുള്ള വില വ്യത്യാസത്തിലേക്ക് വരുമ്പോൾ തൊട്ടടുത്തുള്ള കടകളിലേക്ക് വരെ ഹോൾസെയിൽ ലെവലിലേക്ക് പോകുമ്പോൾ ഇവിടെ ഡെയിലി 4 ടൺ എടുത്തിരുന്ന പഞ്ചസാര ഡെയിലി 10, 15, 20 ടണ്ണിലേക്ക് ഇത് വളർന്നു വരും എന്നുള്ളതിലൊരു സംശയമില്ല. അപ്പോൾ ലാഭം കൊടുക്കാനുള്ള പ്രൊജക്റ്റുകളില്ല എന്ന് പറഞ്ഞ ആളുകൾക്കാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതെല്ലാം ഇപ്പോൾ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. കാരണം ഇത് കൺസെപ്റ്റാണ്, ഇതിലേക്ക് എത്താൻ സമയമെടുക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലേക്കുള്ള ഈ ബിസിനസ്സിൻ്റെ പുറമെ ഇപ്പം ഞാൻ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസിൽ നിന്ന് കിട്ടുന്നത്, ഇ കൊമേഴ്സിൽ നിന്ന് കിട്ടുന്നത്, മറ്റുള്ള കാര്യങ്ങൾ, ബൾക്ക് പർച്ചേസിൽ നിന്ന് കമ്പനിക്ക് കിട്ടുന്ന ലാഭങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനൊക്കെ പുറമെ വരുമാനം വാങ്ങുന്ന ഓരോ വ്യക്തിയും 6 മാസം കൂടുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഓനെ ഈ വരുമാനം ഉണ്ടാക്കുന്നതെങ്കിൽ 500 രൂപ പ്ലാറ്റ്ഫോം ചാർജ് കൊടുക്കണം. 1,80,00,000 ഐഡികളുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് എത്ര നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ഞാൻ കണക്കിന് എളുപ്പത്തിന് 1 കോടി ഐ ഡി കൂട്ടുക. 1 കോടി ഐ ഡിയിൽ നിന്ന് മാസത്തിൽ 6 മാസം കൂടുമ്പോൾ 500 രൂപ പ്ലാറ്റ്ഫോം ചാർജ് കൊടുക്കണമെങ്കിൽ 500 കോടി ഈ കമ്പനീൻ്റെ ആസ്തിയല്ലേ? 6 മാസത്തിൽ 500 കോടി പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ആണോ? കമ്പനിക്ക് പ്രോഫിറ്റ് കൊടുക്കാൻ സാധിക്കൂലേ? പിന്നെ അതിനൊക്കെ പുറമെ ഓരോ വരുമാനം കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും 5% അഡ്മിൻ ചാർജ് കമ്പനി എടുക്കുന്നുണ്ട്. ഈ അഡ്മിൻ ചാർജ് എന്ന് പറഞ്ഞ് 2 കോടി ഉറുപ്പ്യോളം ഡെയിലി വരുമാനം ഏകദേശം പോയിരുന്ന സമയങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 ലക്ഷം രൂപയോളം ഡെയിലി ഇങ്ങുള്ള ഒരു കമ്പനി ആയിരിച്ചു. ഇനി അതൊക്കെ പോട്ടെ. ഇനി ഗവൺമെന്റിലേക്കുള്ള ലാഭം ഈ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ടിനനുസരിച്ച് GST 50 ലക്ഷം 49 ലക്ഷമൊക്കെ വെച്ച് മാസം പേ ചെയ്ത് പോയിരുന്ന കമ്പനിയാണ്. അതിന് പുറമെ 2000-ഓളം ഫേം ഏകദേശം ഇപ്പോൾ ഒരു 6 മാസം കൂടി കഴിഞ്ഞാൽ ആ ഫേമിൻ്റെ എണ്ണം കൂടും. അവിടുന്നും എല്ലാ മാസവും 5000 മറ്റൊക്കെ ആയിട്ട് GST വിഭാഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നുള്ളത് 10,000-ൻ്റെ അഡ്വാൻസ് കൺസൈൻമെൻറ്റിലേക്ക് ഞാൻ ഒന്നും കൂടി വരാം. അത് പൂർത്തിയാക്കാൻ എനിക്ക് പറ്റില്ല. കാരണം 10,000 രൂപ അഡ്വാൻസ് റിച്ച് ഓൺലൈൻ ഷോപ്പിൽ 10,000 ഇട്ടാൽ 3 ഇരട്ടി 30,000 കിട്ടും എന്ന് പറയുന്ന രീതിയിൽ ആൾക്കാർ ഇത് വളച്ചൊടിച്ച് പറയാറുണ്ട്. റിച്ച് ഓൺലൈൻ ഷോപ്പിൽ 10,000 ഇടുന്ന പരിപാടി ഇല്ല. 10,000 രൂപ അഡ്വാൻസ് കൺസൈൻമെൻറ്റ് അടക്കുന്ന വ്യക്തിക്ക് ആ 10,000 പോലും കമ്പനി റിട്ടേൺ കൊടുക്കൂല എന്നുള്ളതാണ് അതിൻ്റെ പോളിസി. പിന്നെ അവിടെ എന്താണ് കൊടുക്കുന്നത്? ഇതിൽ നിന്നും ഒരു 20-30% പ്രോഫിറ്റ് ഇനത്തിൽ വന്നാൽ പോലും ബാക്കിയുള്ള എമൗണ്ട് കമ്പനിക്ക് ബൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇ കൊമേഴ്സിൽ ഇപ്പോൾ ഒരു TV 10,000 രൂപേൻ്റെ ഒരു TV ഇ കൊമേഴ്സിൽ വിൽക്കുകയാണെങ്കിൽ കമ്പനിക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് 500 രൂപ മാത്രമാണ് ഒരു പക്ഷേ കിട്ടുക പ്ലാറ്റ്ഫോം ചാർജായിട്ട്. നേരെ മറിച്ച് ആ 10,000 രൂപയുടെ TV എന്താ കമ്പനിക്ക് തന്നെ വാങ്ങിയിട്ട് കമ്പനിക്ക് അത് വിറ്റൂടെ? അതിനു വേണ്ടത് ചൈനയിൽ നിന്നും മറ്റൊക്കെ ആയിട്ട് അതിൻ്റെ
പ്രൊഡക്റ്റുകൾ കൊടുന്ന് പാർട്സ് കൊടുന്ന് അസംബ്ലി ചെയ്യുന്ന വലിയ യൂണിറ്റ് ഉണ്ടാക്കി ആ 10,000 രൂപ വരുന്ന സാധനത്തിന് 6,000 രൂപക്കൊക്കെ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് തന്നെ അത് സെയിൽ ചെയ്യാൻ പറ്റും. അതിന് പ്ലാറ്റ്ഫോം ചാർജ് പോലും കൊടുക്കേണ്ടതില്ല. ആ ഒരു രീതിയിലേക്ക് എത്തണമെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണം. ആ ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് ഈ അഡ്വാൻസ് കൺസൈൻമെൻറ്റിന് കമ്പനി ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ 10,000 രൂപ വെച്ച് കൊടുത്ത ആളുകളുടെ പ്രോഫിറ്റ് കഴിച്ച ബാക്കി എമൗണ്ടിൽ നിന്നുമാണ് ഇത്തരം പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നതെങ്കിൽ അതിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം ആഴ്ചയിലൊരു പൂളിംഗമായിട്ട് 100 രൂപയും 150 റുപ്യൊക്കെ ആയിട്ട് അവർക്ക് കമ്പനിക്ക് ജീവിതകാലം മുഴുവൻ കൊടുക്കണതിന് ഒരു പ്രശ്നമില്ല. കാരണം ആ പ്രൊജക്റ്റ് എത്ര കാലം നിലനിൽക്കണോ അത്രക്കാലം അതിൻ്റെ ലാഭം വന്നുകൊണ്ടുണ്ടാവും. ആ ലാഭം വന്നുകൊണ്ടിരിക്കുമ്പോൾ കമ്പനിക്ക് അതിൽ നിന്ന് എന്താ ആദ്യം അത് തുടങ്ങി വെക്കണേക്ക് ഓരോ 10,000 തന്ന സഹായിച്ചവർക്ക് കൊടുക്കുന്നതിന് പ്രശ്നം. പക്ഷെ അവിടെ കമ്പനി ഒരു കണ്ടീഷൻ വെച്ചു, നിങ്ങൾ അഡ്വാൻസ് ചെയ്ത എമൗണ്ടിൻ്റെ 3 ഇരട്ടി എന്നാവണോ അന്നത് നിർത്തും. അല്ലാതെ തരാൻ പറ്റൂല എന്നല്ല, 3 ഇരട്ടി വരെ ഞങ്ങൾ ഒപ്പിച്ച് തരാമെന്നുമല്ല. അത് ലൈഫ് ടൈം സാധിക്കും ആ പ്രൊജക്റ്റ് ഇവിടെ റണ്ണാണെങ്കിൽ. പക്ഷേ 3 ഇരട്ടി ആവുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇപ്പോൾ കമ്പനീൻ്റെ പ്രോഫിറ്റുകളുടെ ഭാഗം ഞാൻ കുറേ പറഞ്ഞു. അതുപോലെ തന്നെ OTT 1 കോടി സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവരിക എന്നുള്ള പ്രൊജക്റ്റുമായി മുന്നോട്ട് വന്ന OTT അത് 1,300 റുപ്യ സബ്സ്ക്രിപ്ഷൻ ചാർജാണ്. 1 കോടി സബ്സ്ക്രൈബർമാർ വന്നു കഴിഞ്ഞാൽ 1,300 കോടി രൂപ കമ്പനീൻ്റെ ആസ്തിയാണ്. ഒരാൾക്ക് പോലും അതിൽ നിന്നും 1 രൂപ കൊടുക്കണ്ട. 300 കോടി രൂപ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളിലേക്ക് മാറും. എന്നാലും 1000 കോടി രൂപ കമ്പനീൻ്റെ സ്വന്തമാണ്. ഇതിന് ഡെപ്പോസിറ്റ് അല്ല, ഇത് പ്രോഫിറ്റിന് വാങ്ങിയതല്ല, ഒന്നുമല്ല. അവർ സിനിമ കണ്ടും കോമഡി പരിപാടികൾ കണ്ടും 1 വർഷം അവരിത് യൂസ് ചെയ്യും. അങ്ങനെ എത്ര ആൾ ഇതിൽ കടന്നു വരുന്നുണ്ടോ അത്ര ഇതിന് തേയ്മാനം സംഭവിക്കല്ല ചെയ്യണേ. OTTയുടെ നിലവാരം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് പിറ്റത്തെ വർഷം വീണ്ടും 1 കോടി പുതിയ ആളുകൾ കടന്നു വരികയാണെങ്കിൽ പുതിയതായിട്ടൊരു 1000 കോടിയും കൂടി കമ്പനിക്ക് പ്രോഫിറ്റ് ആവുകയും പഴയ ആളുകളിൽ നിന്നും പകുതി ആൾ പോലും റീചാർജ് ചെയ്താൽ വീണ്ടും ഒരു 500 കോടി ആ കഴിഞ്ഞ വർഷത്തതിൻ്റെ റീചാർജ് ഇനത്തിലും കയറി വന്നാൽ കമ്പനീൻ്റെ പ്രൊജക്റ്റുകൾ വലുതായി വരൂലേ? ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഒരു കമ്പനിക്ക് സ്ട്രക്ചർ വലുതാക്കി കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ ഓരോ ഭാഗവും ഡെവലപ്പ് ചെയ്ത് പോരേണ്ടതുണ്ട്. അപ്പോൾ ഇതിനിടയിൽ 1 ദിവസം പോലും പെൻഡിങ് ഇല്ലാതെ ഈ ആളുകൾക്കൊക്കെ പൂളിംഗം കൊടുത്തിരുന്ന ഒരു കമ്പനി, ആ കമ്പനി ആ അഡ്വാൻസ് കൺസൈൻമെൻറ്റ് സ്വീകരിച്ചതിൽ തെറ്റുണ്ടോ? ഇതൊന്നും എനിക്കറിയില്ല, നിയമപരമായ കാര്യങ്ങൾ, അതിലേക്ക് ഞാൻ ഇടപെടുന്നില്ല. അത് ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കി അതിൽ തെറ്റ് തിരുത്താനുള്ളൊരവസരം തന്ന് ഈ പ്രൊജക്റ്റുകൾ ഇത് ആമസോൺ പോലുള്ള OTT പ്ലാറ്റ്ഫോമുകളും ആമസോൺ പോലൊക്കെയുള്ള വിദേശ കമ്പനികളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന നമുക്ക് നമ്മളെ നാടിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഈ പ്രൊജക്റ്റിനെ വലുതാക്കാൻ നമുക്ക് ചെയ്തൂടെ? ഈ പ്രൊജക്റ്റിനെ എന്തിനാണ് നമ്മൾ തല്ലിക്കെടുത്തുന്നത്? എന്തെങ്കിലും ഒരു വ്യക്തിപരമായ എന്തെങ്കിലും വിഷയത്തിൻ്റെ പേരിൽ ഈ ഇത്രയും കസ്റ്റമേഴ്സ് ആരും ഒരു പരാതിപ്പെടാതെ ഇതിൽ പോലും വരാത്ത ഇതിനെപ്പറ്റി ഒരു ബന്ധമില്ലാത്ത ആളുകളുടെ പരാതിയിൽ ആണല്ലോ ഇത് ഈ രീതിയിൽ 5-6 മാസമായിട്ട് ആളുകൾ പട്ടിണിയിലേക്ക് എത്തിയത്. ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ പൈസ നിക്ഷേപിച്ചിട്ട് ഒരാൾ പോലും ഇന്ന് വരെ പട്ടിണിയിലേക്ക് എത്തിയിട്ടില്ല. ഈ ഫ്രീസ് ചെയ്ത അന്നു മുതലാണ് ഈ ഒരവസ്ഥയിലേക്ക് എല്ലാവരും എത്തിയിട്ടുള്ളത്. ഇപ്പോൾ വളരെ സങ്കടകരമായി പറയട്ടെ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെ പോലെ കാണുന്ന ഞങ്ങൾ പല ആളുകളും ഇത് ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് കാത്തു നിന്ന് മടുത്ത് വേറെ പല പ്രൊജക്റ്റുകളിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ആ പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുകളെ ചില ആളുകൾ മാനസികമായിട്ട് ചില വാക്കുകളാൽ വെറുപ്പിച്ചു, അവരതിന് പകരം മറുപടി പറഞ്ഞു. ഇതൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മളെ നാടിന് വേണം, ഇത് ഇവിടെ നിലനിൽക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ലേഡിൻ്റെ വോയിസ് കേട്ടതിൽ നിന്നും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഇത്രയും നല്ലൊരു പ്രൊജക്റ്റിൽ നിന്നും അവർക്കൊരു അല്പാൽപ്പം കൊടുത്തുപോയിന്ന ആ ഒരു രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ, പല ആളുകൾ പറയുന്നു ഞാൻ ലോൺ എടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ടത്. ഇതൊന്നും കമ്പനി പറയുന്നതല്ല, ഇതിൽ വർക്ക് ചെയ്യുന്നവർക്ക് വരുമാനമുണ്ട്, ആ വർക്ക് ചെയ്യുന്ന ആളുകളുടെ വാക്കുകളാണ്. അപ്പോൾ അത് പല രീതിയിലും ആവാം, പക്ഷേ എൻ്റെ കൺസെപ്റ്റ് ഇതാണ്, ഈ രീതിയിലാണ് ഇത് മുന്നോട്ട് പോകേണ്ടത്. ഇതൊരുപാട് സമയം ഈ വീഡിയോ ദൈർഘ്യമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഈ പറയാനുള്ള ഈ കാര്യങ്ങൾ ഇനിയിങ്ങനെ പറയാതെ ഇത് ലെങ്തി ആവുമെന്ന് വിചാരിച്ച് നീട്ടിക്കൊണ്ടുപോയതാണ് ഇത്ര കാലം. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ഈ പ്രൊജക്റ്റുകൾ ഗവൺമെൻറ് ഇടപെട്ടിട്ടോ ആരിടപെട്ടിട്ടാണെങ്കിലും ഹൈറിച്ചിലൂടെ അല്ലെങ്കിലും ഇതിനവിടെ നിലനിർത്താൻ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ഒരു തീരുമാനം ഉണ്ടാവണമെന്ന് വളരെ താഴ്മയോടെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. താങ്ക് യു.